സർവകലാശാലയുടെ പ്രധാന കെട്ടിടത്തിനകത്തേക്ക് കയറാനുള്ള ശ്രമം പോലീസ് തടഞ്ഞിരിക്കുന്നു. അവിടെ വരാന്തയിൽ SFI പ്രവർത്തകർ കൂട്ടത്തോടെ നിൽക്കുകയാണ്. പോലീസുമായി ഇടയിൽ ഉന്തും തള്ളും ഒക്കെ ഉണ്ടാവുന്ന സാഹചര്യമുണ്ട്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഇത്രയും നാൾ ഉണ്ടായിരുന്ന എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സംഘർഷ സാഹചര്യം അതിപ്പോൾ അതിന്റെ ഏറ്റവും കൂടിയ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ബാരിക്കേഡ് മറികടന്ന് ചാടിക്കടന്ന് സർവകലാശാല കെട്ടിടത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉള്ളത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ വെല്ലുവിളിച്ചുകൊണ്ട് വൈസ് ചാൻസലറുടെ ഓഫീസിലേക്ക് കടക്കുന്ന പ്രധാന കവാടത്തിന് മുമ്പിൽ മുദ്രാവാക്യം വിളികളുമായി സംഘടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസിന്റെ ബസ്സിൽ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ അവിടെ കൂടി നിന്നുകൊണ്ട് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അതായത് സർവകലാശാല കവാടത്തിനകത്തേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ അവിടെ നിന്ന് വീണ്ടും പുറത്തേക്ക് മുദ്രാവാക്യം വിളികളുമായി എത്തിയാണ് പോലീസ് നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കൂടുതൽ പ്രവർത്തകർ പുറത്തുനിന്ന് അകത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പോലീസ് വലിയ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് അവരെ അവിടെ തടയാനുള്ള നീക്കം നടത്തിയിരുന്നെങ്കിലും അതൊന്നും ഫലം കാണാതെയാണ് പ്രതിഷേധം മറ്റൊരു തരത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് വൈസ് ചാൻസലറുടെ നടപടി ശരിവെക്കുന്ന തരത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ സിൻഡിക്കേറ്റിന്റെ തീരുമാനങ്ങൾ റദ്ദ് ചെയ്തേക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായതിന് പിന്നാലെയാണ് പ്രതിഷേധം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം SFIയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പോലീസിന് നേർക്ക് പ്രവർത്തകർ ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ കവാടത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് ഈ പ്രതിഷേധക്കാരെ നേരിടാനുള്ള പോലീസിന്റെ കടുത്ത നീക്കങ്ങൾ ഒരുപക്ഷെ അടുത്ത മിനിറ്റുകളിൽ ഉണ്ടാകാൻ സാധ്യത. കാരണം സംയമനത്തിന്റെ പാതയിൽ ഈ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് പോലീസും കരുതുന്നില്ല. വലിയ പ്രകോപനം പോലീസിന് നേർക്ക് പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിന് പിന്നാലെയാണ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലത്ത് വിന്യസിച്ചുകൊണ്ട് ഈ പ്രതിഷേധ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിയുന്ന ഇപ്പോൾ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. കേരള സർവകലാശാല ആസ്ഥാനത്ത് തിരുവനന്തപുരത്തെ പാളയം ക്യാമ്പസിലാണ് ഇപ്പോൾ SFIയുടെ വലിയ പ്രതിഷേധം നടക്കുന്നത്. ക്യാമ്പസിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് ചാടിക്കടന്ന് അകത്ത് കയറിയ പ്രവർത്തകരാണ് ഇപ്പോൾ പോലീസുമായി നേർക്കുനേർ നിൽക്കുന്നത്. ഏത് നിമിഷവും ഒരു നടപടിയിലേക്ക് പോകാം. ഇപ്പോൾ സംയമനത്തിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ അത് ഏത് നിമിഷവും ഒരു നടപടിയിലേക്ക്, അവിടെ നിന്ന് പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ മാറ്റാനുള്ള ഒരു നടപടിയിലേക്ക് പോകാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരള സർവകലാശാല ആസ്ഥാനത്ത് SFIയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും പല സർവകലാശാല ആസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ SFIയുടെ പ്രതിഷേധമുണ്ട്. കേരള സർവകലാശാലയിൽ അത് ഈ സംഘർഷത്തിൻ്റെയൊക്കെ തുടക്കം ഉള്ള കേരള സർവകലാശാല ആസ്ഥാനത്താണ് ഇപ്പോൾ പോലീസുമായി പ്രവർത്തകർ നേർക്കുനേർ നിൽക്കുന്നത്. പ്രധാന കവാടം VCയുടെ മുറിയിലേക്ക് പോകുന്ന പ്രധാന കവാടത്തിന് മുന്നിലാണ് ഇപ്പോൾ പ്രവർത്തകർ തമ്പടിച്ചു നിൽക്കുന്നത്. ബലപ്രയോഗത്തിനിടെ കഴിഞ്ഞ കുറേ നേരമായ ഒരു സംഘർഷ സാഹചര്യമാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി, ഒരു പ്രവർത്തക തളർന്നു വീഴുന്ന ഒരു കാഴ്ച കാണാം. പോലീസ് നേരത്തെ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. ഈ കവാടത്തിന് മുന്നിൽ സ്ഥാപിച്ച ബാരിക്കേഡ് ചാടിക്കടന്നാണ് പ്രവർത്തകർ അകത്തേക്ക് കടന്നത്. ഇപ്പോൾ കൂട്ടത്തിൽ ഒരു പ്രവർത്തകയ്ക്ക് തളർച്ച അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവിടെ നിന്ന് ഇപ്പോൾ ആ പെൺകുട്ടിയെ മാറ്റിയിരിക്കുകയാണ്. തളർച്ച അനുഭവപ്പെട്ട് കുട്ടിയെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞു. പക്ഷേ പോലീസും പ്രവർത്തകരും ഇപ്പോഴും നേർക്കുനേർ നിൽക്കുകയാണ്. ഡാൻ, വളരെ സുരക്ഷ കൂടുതലുള്ളൊരു മേഖലയാണ് യൂണിവേഴ്സിറ്റി ആസ്ഥാനം. അവിടെ
അവിടെയാണ് ഇപ്പോൾ പതിവില്ലാത്ത രീതിയിൽ നമ്മൾ അധികം കണ്ടിട്ടില്ല. ഈ ഭാഗത്തേക്ക് പ്രവർത്തകരെത്തി ഒരു മുദ്രാവാക്യം വിളിക്കുന്നതോ ഒന്നും അധികം കാണാറില്ല. സാധാരണഗതിയിൽ കവാടത്തിന് മുൻപിൽ തന്നെ തടയുന്നതാണ് കാണുന്നത്. പക്ഷേ ഇന്ന് അവിടെ ചാടിക്കടക്കുമ്പോൾ പോലീസ് കാര്യമായ ഒരു തടസ്സമൊന്നും സൃഷ്ടിച്ചിരുന്നില്ല. ഇപ്പോൾ കെട്ടിടത്തിനകത്തേക്ക് കടക്കുമെന്നൊരു സാഹചര്യത്തിലാണ് പോലീസുമായി ഇങ്ങനെ മുഖാമുഖം നിൽക്കുന്നത്. അതും ഇപ്പോൾ കുറച്ച് സമയമായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. സെക്ഷൻ ഓഫീസുകളും ഒക്കെയുള്ള ഭാഗമാണിത്. ഇനിയിപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഇത്രയും കൂട്ടത്തോടെ വന്നുള്ള ഈ പ്രവർത്തകരെ എങ്ങനെ മാറ്റാനാണ്?